കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന, വഴി കാണിച്ചു തരുന്ന, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് നമ്മോട് അരുളപ്പാട് അറിയിച്ച് ശക്തിയോടെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. വാതിലുകൾ അടയുമ്പോഴാണ് ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ശബ്ദം നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. വഴി കാണാതെ ഭാരപ്പെടുന്നവരോടാണ് പിമ്പിൽ നിന്നൊരു ശബ്ദം കേൾപ്പിക്കുന്നത്, വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക. എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് അകത്തളങ്ങളിൽ സംശയങ്ങൾ വരുമ്പോഴാണ് അവിടുത്തെ ശബ്ദം, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് അവിടുന്ന് ചോദിക്കുന്നു. കുരുളം മൂടുമ്പോഴാണ് ദൈവശബ്ദത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നത്. കുരൽ താഴ്വരയിൽ കൂടെ നീ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു. സ്തോത്രം. ഒറ്റപ്പെട്ട എല്ലാവരാലും തള്ളപ്പെടുമ്പോൾ, ഇവിടെ ആരെന്നെ സഹായിക്കുമെന്ന് ചിന്ത അകത്ത് വരുമ്പോൾ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞ സർവശക്തനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലും നമുക്ക് തിരിച്ചറിയാൻ ഇടയാകും. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നടത്തിയ ദൈവത്തെ, കരുതിയ, കൊണ്ടുവന്ന, സൂക്ഷിച്ച അവിടുത്തെ മഹത്വത്തിനായി നമുക്ക് നന്ദി പറയാൻ ഇടയായിത്തീരണം. ചിന്തകളെയും നിരൂപണങ്ങളെയൊക്കെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം, അറിയുന്ന ദൈവം നമ്മളെ മൊത്തം അറിയുന്നവനാണ്. ജീവപര്യന്തം വഴി നടത്താൻ ശക്തനാണ്. അവിടുന്ന് നമ്മൾക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവിടുത്തെ മേലിട്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മയെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നമുക്കായി കരുതുന്ന ദൈവമാണ്. ലോകത്തിൽ ഒരു വ്യക്തിയും കരുതിയിട്ടില്ലെങ്കിലും, ആരും നമുക്ക് വേണ്ടി ഒന്നും മാറ്റിവെച്ചിട്ടില്ലെങ്കിലും നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ കരുതലുകൾ അതിശ്രേഷ്ഠമാണ്. തിരുവെഴുത്ത് പറയുന്നു, നമുക്കുള്ള ഓഹരി അവിടുന്ന് പരിപാലിക്കുന്ന ദൈവമാണ്. തൻ്റെ ജനമായ ലേവി ഗോത്രത്തിനോട് അവിടുത്തെ ആത്മാവ് പറയുന്നു, ഞാനാ നിങ്ങളുടെ ഓഹരി. ദൈവം നമ്മുടെ ഓഹരിയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും സംശയിക്കേണ്ട കാര്യമില്ല. അവിശ്വാസമകത്തുണ്ടാവരുത്. ലോകം ഓഹരി തന്നാൽ അവർക്കിഷ്ടമുള്ളത് തരുള്ളൂ. പക്ഷേ ഇഷ്ടം പോലെ അമർത്തി കുലുക്കി ഉയരത്തിൽ നിന്ന് വേണ്ടുവോളം ആത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ നൽകി എവിടൊക്കെ നമ്മളെ കൊണ്ടുവന്ന് നിർത്തണമോ, ദാവീദെ മനുഷ്യൻ മാറ്റി നിർത്തുമ്പോഴാണ്, നീ പോലും ചിന്തിക്കാത്തതും അർഹതയ്ക്കാത്തതുമായ സ്ഥാനത്ത് നിന്നെ എനിക്ക് നിർത്താനുള്ളതെന്ന് മറന്നു പോകരുത്. മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഉപേക്ഷിക്കുമ്പോൾ എന്നെ ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവമുണ്ടെന്ന് ദാവീദ് തൻ്റെ അനുഭവത്തിലൂടെ വിളിച്ചു പറയുന്നു.
മത്തായി സുവിശേഷം 9:26 നമുക്കറിയാവുന്ന ഭാഗമാണ്. ഈ വർത്തമാനം ആ ദേശത്ത് ഒക്കെയും പരന്നു. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. സംഭവം നമുക്കറിയാം. പള്ളിപ്രമാണിയുടെ വീട്ടിൽ യേശു ചെല്ലുകയാണ്. പള്ളിപ്രമാണി അതിനു മുമ്പ് യേശുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ മരിച്ചുപോയി, എങ്കിലും നീ വന്നവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. യേശു പോകാൻ നേരത്താണ് രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടത്. യേശുവിന് ശക്തി പുറപ്പെട്ടു. നമുക്കറിയാം ചരിത്രം. അവളുടെ ശരീരത്തിൽ അത് അറിഞ്ഞു. മറ്റൊരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, യേശു ഉള്ളിൽ അതറിഞ്ഞു. അതിനുശേഷം യേശു പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീടിൻ്റെ അകത്തേക്ക് കടക്കുന്നു. കുഴലൂതുന്നവർ, ബഹളം വെക്കുന്നവരെ ഒക്കെ കണ്ടിട്ട് അവരോട് പറയുകയാണ്, ബാല മരിച്ചില്ല, ഉറങ്ങാത്ത. അവരെല്ലാം യേശുവിനെ പരിഹസിക്കുകയാണ്. അങ്ങനെ പരിഹസിക്കപ്പെട്ട ഒരു ദേശം, ഈ കുടുംബാംഗങ്ങൾ അപമാനിക്കപ്പെട്ട ഒരു കുടുംബം യേശുവിനെ പോലും പരിഹസിക്കുകയാണ്. ഈ വാർത്ത ദേശത്തെല്ലാം അറിഞ്ഞു. ഈ കുട്ടി മരിച്ചത് ദേശം അറിഞ്ഞു. ഇതിനെ കുഴിച്ചിടാൻ പോകുകയാണ്. വലിയ കരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. ഇത് ദേശം അറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ഒരറ്റത്ത് സഹോദരങ്ങളെ നമ്മളെ നിന്ദിക്കപ്പെടുന്നത്, നമ്മൾ അപമാനിക്കപ്പെടുന്നത്, ചോദ്യം ചെയ്യപ്പെടുന്നത്, എവിടെ വിടുതലെന്ന് ചോദിക്കുന്നത്, പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉണ്ടാകും എന്ന് നമ്മൾ പറയുമ്പോൾ ഒരറ്റത്ത് കുരമ്പ് പോലെ പരിഹാസത്തിൻ്റെ വാക്കുകൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ഇത് ദേശക്കാരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായി. എന്തിനാണെന്നറിയാമോ? അതേ ദേശത്ത്, അതേ ഇടത്ത്, എവിടെ നിന്റെ തല കുനിക്കപ്പെട്ട് നിന്നെ ചോദ്യം ചെയ്ത് അപമാനിച്ച് വീട്ടിനകത്തും പുറത്തു നിന്നുള്ള ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് കൂടി നിന്റെ സബ്ജക്റ്റ് ചർച്ച ചെയ്ത് ആ ദേശം മൊത്തം അപമാനത്താൽ നീ അറിയപ്പെട്ടു. എന്നാൽ അടുത്ത നിമിഷം എൻ്റെ യേശു അകത്തേക്ക് കടന്നു. ബാലയുടെ കൈ പിടിച്ചോ, ബാല എഴുന്നേറ്റു. കേട്ടോ, അതുവരെയുള്ള ചരിത്രത്തിന്, അതുവരെ നിന്നെ നിന്ദിച്ചതിന്, അപമാനത്തിൻ്റെ വാക്കുകൾ കേട്ട വേദനിച്ചതിന് ഫുൾ സ്റ്റോപ്പ് ഇടത്തക്ക രീതിയിൽ ഡെഡായി പോയ, എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ നിന്റെ സബ്ജക്റ്റിൻ്റെ കൈക്ക് യേശു പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ വാക്തത്വം ജീവിക്കുകയാണ്, വാക്തത്വം എഴുന്നേൽക്കുകയാണ്, വാക്തത്വം നടക്കുകയാണ്, അത് സംസാരിക്കുകയാണ്, മൂവ് ചെയ്യുകയാണ്. ഈ വർത്തമാനം ദേശത്ത് പരന്നു. മനസ്സിലായോ? കഴിഞ്ഞ മിനിറ്റ് വരെ ചിലത് പരന്നത് നല്ല വർത്തമാനമല്ലായിരുന്നു. കഴിഞ്ഞ മിനിറ്റ് വരെ ചിലത് കേട്ടത് അപമാനത്തിൻ്റെതായിരുന്നു, പരിഹാസത്തിൻ്റെതായിരുന്നു. പക്ഷേ യേശു തൊട്ടാൽ ആ വർത്തമാനം ദേശത്ത് പരക്കാൻ പോയ, അസാധ്യങ്ങൾ സാധ്യമായത്, എഴുന്നേൽക്കാത്തത് എഴുന്നേറ്റത്, മൂടപ്പെടേണ്ട വാഗ്ദത്തങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞത് ഇല്ല. ഇത് ഇന്ന് പകൽ അവിടുത്തെ വാക്കിൻ്റെ മുമ്പിൽ, അവിടുത്തെ ശബ്ദത്തിൻ്റെ മുമ്പിൽ അവിടുന്ന് കൈപിടിക്കുമ്പോൾ അത് എഴുന്നേൽക്കാൻ പോകുകയാണ്. സഹോദരങ്ങളെ, കുടുംബത്തിനകത്തും പുറത്തും നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും ചോദ്യം ചെയ്യപ്പെട്ടും നിരാശയുടെ വാക്കുകൾ നിങ്ങളുടെ അകത്തു നിന്ന് പോലും പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? നിന്റെ വ്യക്തിത്വം ഇനി എങ്ങനെ എഴുന്നേൽക്കും? നിന്റെ മാത്രം എഴുന്നേൽക്കുന്നില്ലോ എന്ന് പറഞ്ഞ വർത്തമാനം നിന്നെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ
നിൻ്റെ സബ്ജക്റ്റിനെ പിടിക്കാൻ ഒരുവൻ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് അതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ അത് ദേശം അറിയാൻ പോകുക, അത് കുടുംബം അറിയാൻ പോകുക, അവിടെ പരക്കാൻ പോകുക. കഴിഞ്ഞ മിനിറ്റ് വരെ പരന്നത് നല്ല വാർത്തകളല്ല, നിൻ്റെ ചെവിയിലെത്തിയതും നല്ല വാർത്തകളാണ്. പക്ഷേ ഇന്ന് പകൽ അതിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ, അതിന് വ്യത്യാസം വരുത്താൻ, അവിടേക്ക് ഇറങ്ങി വന്ന് നിന്റെ സബ്ജക്റ്റിനെ ഉയർത്താൻ എൻ്റെ യേശു വന്നിട്ടുണ്ട്. വിശ്വസിക്കോ? കരയുന്ന സഹോദര സഹോദരി, വേദനിക്കുന്ന പ്രിയപ്പെട്ടവരെ, അസ്തമിച്ചു എന്ന് പറയുന്ന നിന്റെ വിഷയം ഇല്ല, അത് എഴുന്നേൽക്കാൻ പോകുക, അത് ജീവൻ വെക്കാൻ പോകുക, ദേശത്തത് പരക്കാൻ പോകുക, ഈ വർത്തമാനം പരക്കാൻ പോകുക, നിന്റെ കുടുംബത്തിനകത്തത് പരക്കാൻ പോകുക. ചോദ്യം ചെയ്തവർ കാണാൻ പോകുക, അവരത് കേൾക്കാൻ പോകുക. ഇത് ദൈവത്താൽ സംഭവിച്ചു. കർത്താവിന് മഹത്വം കൊടുക്കത്തക്ക രീതിയിൽ ഇന്ന് പകൽ തലമുറകളെ, സഹോദരങ്ങളെ, ദൈവാത്മാവിൻ്റെ ഒരു ഇടപെടിയിൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരികയാണ്. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അതിശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ദേശത്തൊരു കാലഘട്ടത്തിൽ അപമാനത്തിനും നിന്ദയ്ക്കും വേദനയുടെയും വാക്കുകൾക്ക് പാത്രീഭവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ തലമുറകൾ, അവരുടെ വിഷയങ്ങൾ പരിഹാസത്തിന് കാരണമായെങ്കിൽ ഈ പകൽ അതിനെ എഴുന്നേൽപ്പിക്കാൻ മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ, മൂവ് ചെയ്യിപ്പിക്കുന്നവൻ, പരാജയത്തെ വിജയമാക്കാൻ കഴിവുള്ളവൻ, ദേശത്ത് പരന്ന വാർത്തകളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തിരുത്തി ഈ വിടുതലിൻ്റെ വാർത്ത, സൗഖ്യത്തിൻ്റെ വാർത്ത, സമാധാനത്തിൻ്റെ വാർത്ത, തുറന്നു എന്നുള്ള വാർത്ത, എഴുന്നേൽപ്പിച്ചു എന്നുള്ള വാർത്ത, വിജയത്തിൻ്റെ വാർത്ത ഇന്ന് പകൽ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ ഇന്ന് പകൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. എവിടൊക്കെ ഞങ്ങൾ നിരാശപ്പെട്ടോ, എവിടൊക്കെ വേദനിക്കപ്പെട്ടോ, എവിടൊക്കെ ഞങ്ങളെപ്പറ്റി പറഞ്ഞ വാക്കുകൾ അത് തിരുത്തപ്പെടാൻ ഇന്ന് പകൽ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നതിനായി സ്തോത്രം. പിതാവേ, ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിച്ചതിനായി സ്തോത്രം, സൗഖ്യം വ്യാപരിച്ചതിനായി സ്തോത്രം, ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ എഴുന്നേറ്റതിനായി സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പദവിയെടുത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽ വിശ്വസിക്കൂ, നമ്മുടെ വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നു, നമ്മുടെ വാഗ്ദത്തങ്ങൾ എഴുന്നേൽക്കുന്നു. ആ ദേശത്ത് പരക്കാൻ പോകുന്നു. ആ വർത്തമാനം ദേശമറിയാൻ പോകുന്നു, കുടുംബക്കാർ അറിയാൻ പോകുന്നു, ചോദ്യം ചെയ്യുന്നവർ മനസ്സിലാക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.